ഹലോ ഗൈസ്, ഇന്നൊരു ഇത്താന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ഗൾഫിൽ ഇരുന്ന ഹസ്ബൻഡ് ഒരു പണി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടെ പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ചേച്ചി നിഫാസുദ്ദീറിന്റെ വീടല്ലേ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, സഹകരണ ബാങ്കിൽ നിന്ന്. ഇല്ലേ? നെടുമങ്ങാട് സഹകരണ ബാങ്കിൽ നിന്ന്. കേരള ബാങ്ക് അടച്ചോണ്ടിരിക്കുകയാണ്. പെൻഡിങ് ഉണ്ടോ ലോൺ? പെൻഡിങ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഇല്ലേ? പെൻഡിങ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ലോൺ പെട്ടെന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഭർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എവിടെ ഇല്ലേ? എവിടെയാണ്? സൗദിയിലാണോ? നമുക്ക് എക്സ്ട്രാ പൈസ ഇട്ടിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. അക്കൗണ്ടിലൊക്കെ പൈസ കിടപ്പുണ്ട്. ഓ അങ്ങനെ. ഞാൻ നാളെ പോയി തിരക്കിക്കോളാം ബാങ്കിൽ. നാളെ പോയി തിരക്കുമോ? പെൻഡിങ് ആണ് കാണിക്കുന്നത്. അപ്പോഴിങ്ങനെ വീട് വന്ന് നോക്കിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ. ഈ കേരള ബാങ്കല്ലേ ഇവിടെ സത്രമുക്കിലൂടെ കേരള ബാങ്കാണ്. ഞാൻ അവിടെ നേരത്തെ തിരക്കിക്കോളാം. തിരക്കുമോ? അപ്പം നമ്മൾ അവിടെ നിന്നാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി. എടുക്കുന്ന പ്രശ്നമുണ്ടോ? ഞാൻ നേരത്തെ പോയി തിരക്കി. അല്ല, വീടിൻ്റെ ഫോട്ടോ അല്ലേ, എനിക്ക് ബാങ്കിൽ ഇതായതുകൊണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെങ്ങനെ അറിയണ്ടേ? അറിയണ്ടേ? ഇപ്പോൾ ബാങ്കിൽ ഞാൻ ബാങ്കിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടാണ്. നമ്മളെങ്ങനെ അറിയും? അതിന് ബാങ്കിൽ നിന്ന് പറഞ്ഞു വിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ തിരക്കാൻ പറഞ്ഞു. ലോൺ പെൻഡിങ് എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. ലോൺ പെൻഡിങ് നമ്മൾ ലോൺ എക്സ്ട്രാ പൈസ അടച്ചിട്ടൊക്കെയാണല്ലോ ഓരോ മാസത്തേക്ക്. ഇപ്പം തന്നെ 2-3 മാസത്തേക്കുള്ള പൈസ അവിടെ കാണും. ആണോ? ഞാൻ ചോദിച്ചു നോക്കാം മാഡത്തിനോട്. മാഡം, ലോൺ പെൻഡിങ് ഇല്ലെന്നാണ് അവർ പറയുന്നത്. അതിന് പ്രോപ്പർട്ടിയുടെ കാര്യം ചോദിക്കാൻ അവർ ലോൺ പെൻഡിങ് ഇല്ല, ലോണ് കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് ബാങ്കിൽ തിരക്കുകയോ അല്ലെങ്കിൽ നാളെ ബാങ്കിൽ വന്ന് തിരക്കാമെന്നാണ് പറയുന്നത്. ആണോ? വീടിൻ്റെ ഫോട്ടോ എടുക്കണം. എടുത്തിട്ട് നാളെ വരാൻ പറയട്ടെ ബാങ്കിൽ. ഇന്ന് കാണൂല. 5 മണിയാകുമ്പോൾ ബാങ്ക് ക്ലോസ് ചെയ്യും. മേഡം 5 മണി നാളെ രാവിലെ വരാമെന്നാണ് പറയുന്നത്. ഓ, നാളെ രാവിലെ വരാൻ പറയാം. ഓക്കെ. ഇല്ല കുഴപ്പമില്ല. അങ്ങനെ ചേച്ചി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വാ ചേച്ചി. ചേച്ചി എങ്ങ വാ. എന്ത് വിധീത് വല്ലാത്ത ചേച്ചി. ഓർക്കപ്പുറത്തന്റെ പിന്നീന്നൊരടീത്. ചേച്ചി ഒരു ഫ്രാങ്കാണ്, എന്തായാലും കുഴപ്പമില്ലേ? അതിനകത്തിരിപ്പാണ് കത്തണ വെയിലെത്തും കാണാതിരിപ്പാണ്. എന്റെ ഇതിലല്ല, ഞാൻ നീ വാങ്ങിച്ചിരുന്നായാലും കഴിഞ്ഞിട്ട് ചോദിക്കട്ടെ. അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കും. അപ്പൊ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഈ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആളാണ്. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല, എനിക്ക് ഓർഡറും തന്നില്ല. ചേച്ചി കേക്ക് ഉണ്ടാക്കുന്ന ഞങ്ങള് ചുള്ളിമാനൂര് തന്നെ. ചുള്ളിമാനൂർ കരിങ്കടേ. പക്ഷെ പിന്നെ നിങ്ങൾക്ക് തരാത്തെന്ത്? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരുപാട് കേക്ക് ഉണ്ടാക്കുന്ന, അപ്പൊ ഞാൻ പറയണേ ഇത്രയും കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലം കൊടുത്തിട്ട് ആ ചുള്ളിമാനൂര് കേക്ക് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല ചേച്ചി. ഞങ്ങൾക്ക് ഹസ്ബൻഡിനാണ് വിളിച്ചത്. കാരണം
ഞങ്ങളുടെ ബാങ്കിൽ ഒരിക്കലും പെൻഡിങ് ഇല്ല. ചേച്ചി ഈ ചേച്ചിയാണ് ഈ സെറ്റപ്പ് എല്ലാം നമുക്ക് തന്നത്. നിനക്ക് മറ്റേ